അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് അന്ന് സ്നാനമേറ്റവർ 3000-ഓളം പേരായിരുന്നു. ഒരു സാധാരണക്കാരനായ മനുഷ്യൻ, വിദ്യാഭ്യാസമില്ലാത്ത വ്യക്തി. ഈ വ്യക്തിയുടെ വാക്കുകൾക്ക് ഇത്രയും വിലയുള്ളതായി തീർന്നത് എങ്ങനെയാണ്? ഒന്നാമതായി ഞാൻ പ്രസംഗിച്ച വിഷയമാണ് തൻ്റെ വാക്കുകൾക്ക് ഇത്രയും വിലയുള്ളതാക്കി തീർത്തത്. ഞാൻ പ്രസംഗിച്ചത് യേശുവിനെ കുറിച്ചായിരുന്നു. യഹൂദന്മാർ ക്രൂശിച്ചു കൊന്ന യേശുവിനെ കുറിച്ച്. പത്രോസ് പറഞ്ഞു, യേശു ലോക രക്ഷകനാണ്. യേശു നിങ്ങളുടെ പാപത്തിന് പരിഹാരമായിട്ടാണ് മരിച്ചതെന്ന്. ഈ വാക്കുകളാണ് വാസ്തവത്തിൽ ആ ജനം ഏറ്റെടുത്തത്. ഞാനിങ്ങനെ പറയട്ടെ, യേശുവിനെ കുറിച്ച് ആരൊക്കെ പ്രസംഗിച്ചിട്ടുണ്ടോ അവരെയെല്ലാം കർത്താവ് ശക്തമായി ഉപയോഗിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് തൻ്റെ മേൽ വ്യാപരിച്ച പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. താൻ യേശുവിൽ നിന്ന് ഒത്തിരി കേട്ടിട്ടുണ്ട്. അത് ലോകത്തോട് വിളിച്ചു പറയാൻ തക്കവണ്ണം തൻ്റെ സധൈര്യം ബലപ്പെടുത്തിയത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഞാൻ നിങ്ങളോട് കൈമാറുന്നത്, നിങ്ങൾ ദൈവവചനത്തിൽ നിന്നും ദൈവത്തിൽ നിന്നും പ്രാപിച്ചത് സധൈര്യം വിളിച്ചു പറയാൻ നിങ്ങളെ ശക്തീകരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി, നിറവിനായി ദൈവസന്നിധി പ്രാർത്ഥിച്ചാട്ടെ. ഈ കാലഘട്ടത്തിൽ ദൈവം നിങ്ങളെ ശക്തമായി ഉപയോഗിക്കട്ടെ. ആമേൻ.